സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻഫോലൈറ്റ്. നമ്മളിന്ന് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. എന്നാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് നമ്മുടെ ഈ പറഞ്ഞ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എത്ര ഉണ്ട്? 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുമുമ്പ് ഇത് ഫോം ചെയ്തത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്? ഇത് ഫോം ചെയ്ത ഏതാണ്? നീതി ആയോഗാണ് ഇത് ഫോം ചെയ്തത്. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നീതി ആയോഗ്. നീതി ആയോഗാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ 2016 UN ജനറൽ അസംബ്ലിയിൽ UN ജനറൽ അസംബ്ലിയിൽ 2016 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ഓർക്കാം. UN ജനറൽ അസംബ്ലി 2016. ഇതിൻ്റെ ടൈം പീരീഡ് എങ്ങനെയാണ്? 2016 തൊട്ട് 2030 വരെയാണ് ഇതിൻ്റെ ഒരു ടൈം പീരീഡ്. 2016 തൊട്ട് 2030 വരെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ആ ഒരു ടൈം പീരീഡ് ടാർഗറ്റ് വച്ചിട്ടുള്ളത്. പിന്നെ എന്താണ് അതിൻ്റെ ഗോൾസ്? നമ്മൾ പറഞ്ഞു എത്ര ഉണ്ട്? 17 ഗോൾസാണ് മെയിനായിട്ടുള്ളത്. 17 ഗോൾസ്. അതുപോലെ ടാർഗറ്റ്സോ 169 ടാർഗറ്റ്സ് ആണുള്ളത്. ആൻഡ് ഇൻഡിക്കേറ്റേഴ്സോ 232 ഇൻഡിക്കേറ്റേഴ്സാണ് ഉള്ളത്. 17 ഗോൾസും 169 ടാർഗറ്റ്സും അതേപോലെ തന്നെ 232 ഇൻഡിക്കേറ്റേഴ്സുമാണ് ഇതിന് ഉള്ളത്. സോ ഒന്നാമത്തെ ഗോളാണ് നോ പോവേർട്ടി. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പോവേർട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോവേർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പോവേർട്ടി ഇല്ലാണ്ടാക്കുക എന്നാണ് ഫസ്റ്റ് ഗോൾ. അപ്പോൾ പോവേർട്ടിയാണ് നമ്മുടെ ആദ്യത്തെ ഗോൾ. അത് പഠിച്ചേക്കുക. പോവേർട്ടി നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഗോൾ എന്താണ്? പോവേർട്ടിയാണ്. അപ്പോൾ പോവേർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക. പോവേർട്ടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്തില്ലാണ്ടോ? ഇവിടെ വിശപ്പ് അല്ലേ, നമുക്കിപ്പോൾ കുറേ പേര് പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട്. അപ്പോൾ അതില്ലാണ്ടാക്കാൻ വേണ്ടി സാധിക്കും. പോവേർട്ടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി എന്താവും? സീറോ ഹങ്കറായിട്ട് മാറും അല്ലേ. പോവേർട്ടി ഇല്ലാണ്ടാവുമ്പോൾ അവിടെ സീറോ ഹങ്കറായി മാറും. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട്. ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? നമുക്ക് നല്ല രീതിയിലുള്ള ഹെൽത്ത് ഉണ്ടാവും അല്ലേ. നമുക്ക് ഗുഡ് ഹെൽത്തും വെൽബീയിങ്ങും ഉണ്ടാവും. അതാണ് ഇനി മൂന്നാമത്തെ ഗോൾ. അപ്പോൾ ആദ്യം പോവേർട്ടി ഇല്ലാണ്ടാക്കുക, അതിലൂടെ നമ്മുടെ ഹങ്കർ സീറോ ഹങ്കറിലാക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗുഡ് ഹെൽത്ത് കിട്ടും. അപ്പോൾ ഗുഡ് ഹെൽത്തും അതുപോലെ തന്നെ വെൽബീയിങ്ങും അതാണ് അടുത്ത് വരുന്നത്. പിന്നെന്താണ്? ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തൊക്കെ ഉണ്ട്, നമുക്ക് നല്ല ഹെൽത്തും കാര്യങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? നമുക്ക് ഇനി നന്നായി പഠിക്കാൻ പറ്റുമല്ലേ. നമുക്ക് വിശപ്പൊക്കെ മാറി നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റും. അപ്പോൾ അതാണ് അടുത്ത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് വേണ്ടതാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമുക്കിനി സ്കൂളിൽ പോകാം അല്ലേ. അപ്പോൾ അവിടെ എഡ്യൂക്കേഷൻ കിട്ടുകയാണ്. എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ അത് ആണുങ്ങൾക്ക് മാത്രം പെണ്ണുങ്ങൾക്ക് മാത്രം അങ്ങനെ അല്ല, എല്ലാവർക്കും ഒരേപോലെ എഡ്യൂക്കേഷൻ കിട്ടും. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടാവും അല്ലേ. നമുക്ക് അവിടെ ജെൻഡർ ഈക്വാലിറ്റി കിട്ടും. അപ്പോൾ ഒന്നുകൂടിയും പറയാം, തൊട്ട് എന്തൊക്കെയുണ്ട്? തന്നെ പോവേർട്ടി ഇല്ലാണ്ടാവുന്നു, അതോടെ സീറോ ഹങ്കറായി മാറുന്നു, അതോടെ എന്തുണ്ടാവുന്നു? നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവുന്നു, ഗുഡ് ഹെൽത്തും വെൽബീയിങ്ങും ഉണ്ടാവുന്നു. അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യം വെച്ചപ്പോൾ നമ്മൾ സ്കൂളിൽ പോവാണ്, നമുക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നു. ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ അവിടെ എന്താണ്? അവിടെ ജെൻഡർ ഈക്വാലിറ്റി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും ഒരേപോലെ എഡ്യൂക്കേഷൻ കിട്ടുന്നു, ജെൻഡർ ഈക്വാലിറ്റി കിട്ടും. പിന്നെന്താണ്? അവിടെ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് നല്ല ക്ലീൻ വാട്ടറിൽ കിട്ടുക. അപ്പോൾ ക്ലീൻ വാട്ടറും അതുപോലെ തന്നെ സാനിറ്റേഷൻ ഫെസിലിറ്റീസും കിട്ടും. അപ്പോൾ ക്ലീൻ വാട്ടറും സാനിറ്റേഷനും അതാണ് ആറാമത്തെ പോയിന്റ്. ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. അപ്പോൾ ക്ലീൻ വാട്ടറും സാനിറ്റേഷനും കിട്ടും. അതിലേക്ക് എന്ത് ലിങ്ക് ചെയ്യുക? അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. ക്ലീൻ വാട്ടറിനെയും ക്ലീൻ എനർജിനെയും ഒന്ന് ലിങ്ക് ചെയ്യാം. അപ്പോൾ ക്ലീൻ വാട്ടറും സാനിറ്റേഷനും സ്കൂളിൽ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജിയും കൂടി കിട്ടുകയാണ്. അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജിയും കൂടി കിട്ടുകയാണെന്ന് ഓർക്കാം. അപ്പോൾ ഇനി അടുത്ത് നമ്മളങ്ങനെ സ്കൂളിൽ നിന്ന് പഠിച്ച് നമുക്കിപ്പോൾ നല്ലൊരു ജോലി കിട്ടാൻ പോകണം. പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാൻ പോകണം. അതാണ് ഡീസൻറ്റ് വർക്കും നമുക്ക് നല്ലൊരു എക്കണോമിക് ഗ്രോത്തും കിട്ടുന്നു. അതിലൂടെ നമുക്ക് ഡീസൻറ്റ് വർക്കും അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തും സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ എവിടെ പോയാൽ വർക്ക് ചെയ്യാൻ പോകുന്നത്? ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ ഇന്നോവേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിൽ റോഡോ മെട്രോ പണിയാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള മേഖലയിലേക്ക് മാറും. അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ ഡീസൻറ്റ് വർക്കും എക്കണോമിക് ഗ്രോത്തും ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? നമ്മൾ ഇൻഡസ്ട്രിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്നോവേഷനിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്കോ നമ്മൾ പോയെന്ന് കരുതാം. അതാണ് 9ാമത്തെ പോയിന്റ്. അങ്ങനെ ജോലി എടുത്തപ്പോൾ ജോലി മേഖലയിലും ആ ഒരു കമ്പനിയിലും എന്തുണ്ടാവും? അവിടെ ഉറപ്പായിട്ടും അവിടെ ഇന്നിക്വാളിറ്റീസ് ഉണ്ടാവില്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഉള്ള അങ്ങനെ നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഇന്നിക്വാളിറ്റി റെഡ്യൂസ് ആവുന്നു. ഒന്നുകൂടിയും പറയാം. ഇപ്പോൾ 10 എണ്ണമായി
അപ്പോൾ എന്തൊക്കെ വെച്ച് നമ്മൾ ഗോള് ആദ്യം തന്നെ പോവേർട്ടി ഇല്ലാണ്ടാവുന്നു. പോവേർട്ടി ഇല്ലാണ്ടാവുമ്പോൾ ഹങ്കർ 0 ആവുന്നു. നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവുന്നു, ഹെൽത്തും വെൽബീയിങ്ങും. അത് കഴിയുമ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്നു, അപ്പോൾ നമുക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നു. അവിടെ എന്തുണ്ട്, അവിടെ ജെൻഡർ ഈക്വാലിറ്റി ഉണ്ട്. ജെൻഡർ ഈക്വാലിറ്റി കിട്ടി. നമുക്ക് എന്ത് കിട്ടി, നല്ല ക്ലീൻ വാട്ടറും സാനിറ്റേഷനും കിട്ടി. അതിൻ്റെ കൂടെ തന്നെ അഫോർഡബിളും അതേപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള എനർജിയും കിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജോലിക്ക് പോകണം അല്ലേ. അപ്പോൾ നമുക്ക് ഡീസൻറ്റ് വർക്കും അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തും സംഭവിക്കും. നമ്മൾ എവിടെ പോയി വർക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മളൊന്നിലും ഒരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ നമ്മൾ ഇന്നോവേഷനോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറോ, അത് അവിടെ എന്തുണ്ടാവില്ല, അവിടെ ഇന്നിക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ റെഡ്യൂസ്ഡ് ഇന്നിക്വാളിറ്റി അല്ലേ, റെഡ്യൂസ്ഡ് ഇന്നിക്വാളിറ്റി വരെ പഠിച്ചു. പിന്നെന്താണ്, നമ്മൾ വർക്ക് ചെയ്യാൻ പോകണം അവിടെ ആയിരിക്കും, നല്ല സിറ്റീസിലോ അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിറ്റിയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഇന്നിക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്, അവിടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സിറ്റീസും അതേപോലെ തന്നെ നല്ല കമ്മ്യൂണിറ്റീസാണ് ഉള്ളത്. സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസാണ് അവിടെ ഉള്ളത്. പിന്നെന്താണ്, അവിടെയുള്ള ആൾക്കാർക്ക് നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് പഠിക്കാം. നമ്മൾ സിറ്റിയിലേക്ക് പോയിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ആൾക്കാർ നല്ല റെസ്പോൺസിബിൾ കൺസെപ്ഷനും അതുപോലെ അനാവശ്യമായിട്ട് സാധനം വാങ്ങിച്ച് വേസ്റ്റ് ആക്കുകയൊന്നും അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയൊന്നുമില്ല. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കൺസെപ്ഷനും പ്രൊഡക്ഷൻസാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ അവിടെ എന്താണ്, ക്ലൈമറ്റ് ആക്ഷൻസ് ഒക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ എന്താണ്, സസ്റ്റൈനബിൾ സിറ്റി ആണല്ലോ. അപ്പോൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് അവിടെ റെസ്പോൺസിബിൾ കൺസെപ്ഷനും പ്രൊഡക്ഷനും ഉള്ളത്. അവിടെ ക്ലൈമറ്റ് ആക്ഷൻസ് ഒക്കെ ശരിക്കും ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെന്താ നോക്കാം, നമ്മൾ ക്ലൈമറ്റിലേക്ക് എത്തി. അപ്പോൾ ക്ലൈമറ്റിലേക്ക് നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാം. അപ്പോൾ ക്ലൈമറ്റ് ആക്ഷൻസ് എടുക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി സഹജീവികളുടെ കാര്യം നോക്കുക. ക്ലൈമറ്റ്, അതേപോലെ തന്നെ ലൈഫ് ബിലോ വാട്ടർ, ലൈഫ് ഓൺ ലാൻഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. ലൈഫ് ബിലോ വാട്ടർ, ലൈഫ് ഓൺ ലാൻഡ്. പിന്നെ എന്ത് വേണം, പീസ് ആൻഡ് ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ലാസ്റ്റ് 2 പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് നല്ല സമാധാനം, പീസും ജസ്റ്റിസും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം. ആൻഡ് ലാസ്റ്റ് 1, ഇതെല്ലാം തന്നെ നമ്മൾ ഈ ഗോളൊക്കെ പാർട്ണർഷിപ്പ് ഫോർ ദ ഗോൾ, എല്ലാവരും ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒന്നിച്ച് കൈകോർത്ത് നിൽക്കണം. പാർട്ണർഷിപ്പ് ഫോർ ദ ഗോൾ. അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ 17 ഗോൾസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ഒന്നുകൂടിയും പഠിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എന്താണ്, നമുക്ക് നോ പോവർട്ടി അല്ലേ, പോവർട്ടി പാടില്ല. പോവർട്ടി ഇല്ലാണ്ടാവുമ്പോൾ അവിടെ ഹങ്കർ ഇല്ലാണ്ടാവുന്നു. ഹങ്കർ ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് ഗുഡ് ഹെൽത്ത് ഉണ്ടാവുന്നു. ഗുഡ് ഹെൽത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നു. ക്വാളിറ്റി എഡ്യൂക്കേഷൻ പോകുമ്പോൾ ജെൻഡർ ഈക്വാലിറ്റി കിട്ടുന്നു. ജെൻഡർ ഈക്വാലിറ്റി സ്ഥലത്ത് എന്തുണ്ട്, അവിടെ ക്ലീൻ വാട്ടറും അതുപോലെ തന്നെ സാനിറ്റേഷനും ഉണ്ട്. അതുപോലെ അവിടെ എന്തുണ്ട്, അഫോർഡബിളും ക്ലീൻ എനർജിയും കിട്ടുന്നതാണ്. അങ്ങനെ നമുക്ക് ജോലി കിട്ടാണ്. ജോലി കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു ഡീസൻറ്റ് വർക്കും അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നു. നമ്മൾ എവിടെ പോയി വർക്ക് ചെയ്യാൻ പോണത്, എവിടെ പോയാണ് നമ്മൾ നല്ല ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇന്നോവേഷൻസിലോ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വർക്ക് ചെയ്യാൻ പോവുക. അവിടെ എന്തുണ്ടാവില്ല, അവിടെ ഇന്നിക്വാളിറ്റീസ് റെഡ്യൂസ്ഡ് ആയിരിക്കും. കാരണം നമ്മൾ നല്ല സസ്റ്റൈനബിൾ ആയിട്ടുള്ള സിറ്റീസിലും കമ്മ്യൂണിറ്റീസിൻ്റെ കൂടെ താമസിക്കുന്നത്. അവിടെ എന്താണ്, അവിടെ നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള കൺസെപ്ഷൻസും പ്രൊഡക്ഷൻസും കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ക്ലൈമറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ ക്ലൈമറ്റ് ആക്ഷൻസ്, ലൈഫ് ബിലോ വാട്ടർ, ലൈഫ് ഓൺ ലാൻഡ്, പിന്നെന്താണ് പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും, ആൻഡ് ലാസ്റ്റ് 1 പാർട്ണർഷിപ്പ് ഫോർ ദ ഗോളും. ഇത്രയും പഠിച്ച് നമ്മുടെ ആ ഒരു 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസും പഠിച്ചു. ഇനി അതിൻ്റെ ഇൻട്രഡക്ഷൻ ആ ഒരു പോർഷൻ മാത്രം നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. അപ്പോൾ വന്നത് എപ്പോഴാണ്, 2016, 2030 വരെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. ഇത് നീതി ആയോഗ് കൊണ്ടുവന്നാണ് ഇൻ ദ UN ജനറൽ അസംബ്ലി 2016 തന്നെ. പിന്നെ ഇതിൻ്റെ ഗോൾസ് എത്ര പഠിച്ചു നമ്മൾ, 17 ഗോൾസ് ഉണ്ട്. ഇതിന് എത്ര ടാർഗറ്റ്സ് ഉണ്ട്, 169 ടാർഗറ്റ്സും. അതുപോലെ എത്ര ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, 232 ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഉള്ളത്. ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, അവരും പഠിക്കട്ടെ. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.